സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാന്റെ റസൂല് പറയുന്ന നരകത്തെ കുറിച്ച് ഓർത്തിട്ടൊന്ന് കരയാൻ കഴിയുവോ? എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് സമയമില്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കരയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സഹോദരിമാര്, അല്ലാഹുവേ, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10:30 വരെ ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവളുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന ഉമ്മ, അല്ലാഹുവേ, എന്തൊരവസ്ഥയാ. നാൽക്കാലികളെ കാലം മതപ്പതിക്കുന്ന രീതിയിലൂടെ ജീവിതം നയിക്കുമ്പോ എവിടെയാണ് കരയാ സമയം? എവിടെയാ? എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത ജീവിതമാണല്ലോ. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവൻ നരകത്തിന്റെ തീക്കകത്ത് കടന്ന് എരിയാറുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ പ്രിയമുള്ള സഹോദരിമാര്, അല്ലാഹുവേ, ഫർദ് ധരിച്ചുകൊണ്ട് കാണിക്കുന്ന കോമാളിത്തരമുണ്ടല്ലോ, ഈ സമുദായത്തിന് തന്നെ നാണക്കേടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പെങ്ങന്മാർക്ക് സീരിയലിന്റെ നടിമാരെ മാത്രമല്ലേ അറിയൂ? അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ നായികയാരെന്നറിയുമോ? ഖദീജ ബീബിയല്ല, ആയിഷ ബീബിയല്ല, ഫാത്തിമ ബീബിയല്ല. അവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഏറ്റവും വലിയ നായികയാരെന്നറിയുമോ? പരസ്പരത്തിലെ ദീതിയായ IPS കാരിയാ. അവളെ കുറിച്ച് മനസ്സിന്റെ ഉള്ളിൽ വാനോളം പറന്നുകൊണ്ട് നടക്കുന്ന പെണ്ണ്. അല്ലാഹുവേ, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം? എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകര് വളരെ മോശമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കിയിട്ട് ഒരു വാർത്ത വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പത്രം കത്തിക്കാൻ തയ്യാറായല്ലോ. നബിയോടുള്ള സ്നേഹം കാണണമായിരുന്നു. വാട്സപ്പിലും ഫേസ്ബുക്കിലും നടുറോഡിൽ വെച്ച് പത്രം കത്തിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട ചെറുപ്പക്കാരോ, നിനക്കത് ചെയ്യാൻ എന്തവകാശമാടാ? നിനക്കത് പറയാൻ എന്തവകാശമാടാ? അല്ലാഹുവിന്റെ റസൂലിന് ഒരു വിവരമില്ലാത്തവൻ റസൂലുള്ളാഹിനെ നാണം കെടുത്തിയപ്പോ അവന് വിവരമില്ലാഞ്ഞിട്ടാ. അവൻ അല്ലാഹുവിന്റെ റസൂലിനെ നാണം കെടുത്തിയത് അവന് വിവരമില്ലാഞ്ഞിട്ടാ. പക്ഷേ ചെറുപ്പക്കാരാ, നിനക്ക് പറയാൻ എന്ത് യോഗ്യതയാ? അവൻ ഇന്നലെയല്ലേ കളിയാക്കിയത്? നീ ഓർമ്മ വെച്ച കാലം മുതലേ റസൂലുള്ളാഹിനെ കളിയാക്കുന്നവരാണ്. ആ പ്രവാചകന്റെ അനുയായിയാണെന്ന് പറഞ്ഞിട്ട് ഈ പത്രം കത്തിക്കുന്നവന്റെ തലയിലെ കോലം നോക്കിയാ ഇവൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂല. നിന്റെ മുടിയുടെ കോലം റസൂൽ കാണിച്ചു തന്നിട്ടുണ്ടോ ചെറുപ്പക്കാരാ? എടാ, നിന്റെ താടിയുടെ കോലമുണ്ടല്ലോ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഇത് റസൂലുള്ള ഇഷ്ടപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഓർമ്മ വെച്ച കാലം മുതലേ റസൂലുള്ളാഹിനെ കളിയാക്കുന്നവനാ. നീയാണോ പത്രം കത്തിക്കുന്നത്? നീയാണോ റസൂലുള്ളയോടുള്ള മഹബത്ത് കാണിക്കുന്നത്? ആദ്യം സ്വന്തം നന്നാവ് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുപോരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് കോലമൊക്കെ മാറ്റിക്കോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചോ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, പൃഥ്വിരാജ് കടയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോ എന്തേ പെങ്ങളെ നാണമില്ലേ പെണ്ണ്? പൃഥ്വിരാജിന്റെ ഫോട്ടോ കാണുമ്പോ അവന് നാണമുണ്ട്. പൃഥ്വിരാജിന്റെ കൂടെ ഫർദ ഇട്ട പെണ്ണുങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോ അവന് നാണമുണ്ട്. അവൻ പേടിച്ചിട്ടാ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ സമുദായത്തിലെ പെണ്ണിന് നാണമില്ല. എടി, നിന്നെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഫർദ ധരിച്ച ഈ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുവോ? ഇവൾ അതപ്പതിച്ച റോഡിലൂടെ നടന്നു പോകുന്ന 4 കാലുള്ള നായുണ്ടല്ലോ, ഇതിനെ പോലെയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യൻ അതപ്പതിച്ച നിനക്ക് പട്ടിയെന്ന് കേൾക്കുമ്പോ അലർജിയല്ലേ? തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ അതപ്പതിച്ച ഈ പട്ടിയെ പോലെയാണ്. എന്നിട്ട് അല്ല പറഞ്ഞു അല്ല. കാരണം ഈ പട്ടിനാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ല ചോദിക്കും, നിനക്ക് വല്ല പരാതിയുമുണ്ടോ?
പട്ടിയോട് ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? പട്ടി അല്ലാഹുവോട് പറയും, റബ്ബേ, നീ ചെയ്തു തന്നതിനെല്ലാം ഞാൻ നിന്നോട് നന്ദി കാണിച്ചല്ലോ. ഈ നന്ദിയില്ലാത്തവനെ എന്തിനാ റബ്ബേ എന്നോട് ഉപമിച്ചത്? പട്ടി റബ്ബിനോട് ചോദിക്കും, അല്ലാ, ഞാൻ നന്ദിയുള്ളവനായിരുന്നല്ലോ, ഈ നന്ദിയില്ലാത്തവനെ എന്തിനാ അല്ലാ എന്നോട് ഉപമിച്ചത്? അതുകൊണ്ട് അല്ലാ പറഞ്ഞു, മനുഷ്യൻ അധപ്പതിച്ച മൃഗത്തെ പോലെയല്ല, ബൽഹും അളല്ല്, ബൽഹും അളല്ല്, അതിനേക്കാളും വൃത്തികെട്ടവനാകുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ഫർദയും ധരിച്ചിട്ട് നാണമില്ലാതെ ഈ സമുദായത്തെ നാണം കെടുത്തിയ പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്ത് ജീവിതമാ പൊന്നുമോളെ, എന്ത് ജീവിതമാ പൊന്നുമോളെ. നിങ്ങളുടെ മക്കള് തലതിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. നിന്നെ വെട്ടിക്കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഉമ്മാനെ കൊന്നിട്ട് വന്നതാണെന്ന് പറയുന്ന ചെറുപ്പക്കാര് ഈ സമുദായത്തിൽ ഉണ്ടായത് ഇതുകൊണ്ടാണ്. എന്തിന് വിവാഹത്തിന്റെ അന്ന് നാട്ടുകാര് മുഴുവനും വീട്ടിൽ വന്ന് ബിരിയാണി തിന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ചിന്തിക്കണം. വേറെ ഒരു മതത്തിലും കാണാൻ കഴിയൂല, വേറെ ഒരു മതത്തിലും കാണാൻ കഴിയൂല. നാട്ടുകാര് മുഴുവനും വീട്ടിൽ വന്ന് തിന്നോണ്ടിരിക്കുമ്പോ ഇറങ്ങണം. അപ്പോഴേ എന്റെ ഉമ്മ നാറത്തുള്ളൂ. അവക്കറിയാ വിവാഹം കണ്ട പെണ്ണ് വന്ന് കണ്ടപ്പോ പോകാം, വിവാഹം ഉറപ്പിച്ചപ്പം പോകാം, കല്യാണം വിളിക്കുമ്പോ പോകാം, വിവാഹത്തിന്റെ വസ്ത്രം എടുക്കുമ്പം പോകാം, വിവാഹത്തിന്റെ അന്ന് രാവിലെ പോകാം. അല്ലാഹുവേ, നാട്ടുകാര് മുഴുവനും വീട്ടിൽ വന്ന് തിന്നോണ്ടിരിക്കുമ്പോ ഇറങ്ങണം. അപ്പോഴേ എന്റെ ഉമ്മ നാറോ, എന്റെ വാപ്പ നാറോ. നമ്മുടെ മക്കൾക്ക് നല്ല സമയം അറിയാ. എന്തുകൊണ്ടെന്നറിയുവോ? ഒരിക്കലും ഞാൻ മക്കളെ കുറ്റപ്പെടുത്തൂല, ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കുറ്റപ്പെടുത്തൂല. കാരണം ഇവരെ ഇങ്ങനെ ആക്കിയത് നമ്മുടെ ഉമ്മയും വാപ്പയാ, നമ്മൾ തന്നെയാ നമ്മുടെ മക്കളെ ഇങ്ങനെ ആക്കിയത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കട്ടെ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് എന്താണോ ചെയ്യുന്നത് അതാണ് കുഞ്ഞിന്റെ സ്വഭാവം. മഹാന്മാര് പറയുകയാ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് നിസ്കരിച്ചാ മോൻ നിസ്കരിക്കും, അവള് നല്ലത് ചെയ്താ കുഞ്ഞ് നല്ലത് ചെയ്യും. ഉമ്മ സീരിയലിന്റെ ലോകത്താ ഗർഭിണിയായിരിക്കുമ്പോ ഉമ്മ ടിവിയുടെ ഫ്രണ്ടിലിരിക്കുകയാ. എങ്ങനാ മക്കള് നന്നാകുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ പാല് കൊടുക്കുന്നത് ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ടാ. അന്യ പുരുഷനും പെണ്ണും തുണി ഉരിഞ്ഞിട്ട് ആടുന്നത് കണ്ടുകൊണ്ടാ സ്വന്തം കുഞ്ഞിന് ഉമ്മ പാല് കൊടുക്കുന്നത്. പാതിരാത്രിയിൽ തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് മാറിടമെടുത്ത് വെച്ചിട്ട് കാമുകനോട് സംസാരിച്ചിട്ടാ ഉമ്മ കിടക്കുന്നത്. സ്വന്തം കുഞ്ഞിനെയും കയ്യെ പിടിച്ചിട്ടാ കാമുകന്റെ കൂടെ കറങ്ങുന്നത്. തലതിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എന്തേ പെണ്ണ്, എങ്കിലും ഞാൻ നിനക്കൊരു പെണ്ണിനെ പറഞ്ഞു തരാ പെങ്ങള്. നിനക്കറിയാത്ത ഒരു പൊന്നുമോളുണ്ട്, മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് മേറാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് കടന്നു പോവുകയാണ്. ആ സമയത്ത് വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ, എവിടെ നിന്നാ ജിബ്രീൽ? വല്ലാത്ത ഒരു സുഗന്ധമടിക്കുന്നല്ലോ. യാ റസൂലല്ലാഹ്, ആ കാണുന്ന ഖബറിനകത്ത് നിന്നാണ് നബിയേ. ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ. അതിനകത്ത് നിന്നാ നബിയേ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നതാ ഖബറിനകത്ത് നിന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ജിബ്രീലേ, ആരുടെ ഖബറാ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അതൊരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാ നബിയേ. ഒരു പെണ്ണിന്റെയും 3 മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ. അവിടെ നിന്ന് ചോദിച്ചു, ജിബ്രീലേ, ഏത് പെണ്ണാ ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, മാഷിത ബീവിയുടെ ഖബറാ നബിയേ.
മാഷിത എന്ന പെണ്ണിന്റെയും മക്കളുടെയും കബറാട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബുറാക്കൊന്ന് നിർത്തുവോ, ബുറാക്കൊന്ന് നിർത്തുവോ, ആ കബറിന്റെ ചാരത്തേക്കൊന്ന് പോകുവോ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ, ആരാ മാഷിതയാരാ, ആരാ മാഷിതയാരാ യാ റസൂലല്ലാഹ്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിഞ്ഞ പെണ്ണാണ് നബിയേ. മാഷിത റളിയല്ലാഹു തആല മൂസാ നബി പ്രവാചകനായി അംഗീകരിക്കുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഒരു ദിവസം മൂസാ നബി പറഞ്ഞു, മാഷിത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാഷിത്തോ.